guys, this is our channel Daily Vlogs by Krishna. ഇന്ന് ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. ചിലരെങ്കിലും ഉലുവയുടെ പാക്ക് ഇടുമ്പോൾ ഹെയർ ഡ്രൈ ആവുന്നുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്. എനിക്ക് ഉലുവയുടെ പാക്ക് ഇട്ട് കഴിഞ്ഞാൽ ഹെയർ കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്രൈ ആയിട്ട് വരാണ്ട് എങ്ങനെ ഉലുവയുടെ പാക്ക് ഇടാം എന്നാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. ഉലുവയിൽ കുറച്ചുകൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈനെസ് ഇല്ലാണ്ട് നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഉലുവ വളരെ എന്താ പറയുക, നമ്മളെ ഹെയറിന് ഒരുപാട് ഹെയർ ഗ്രോത്തിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഉലുവ. അതുകൊണ്ട് തന്നെ ഹെയർ കെയറിൽ ഉലുവ മാറ്റി നിർത്തുക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അത് വേറെ ഒന്നും കൊണ്ടല്ല, മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന നമ്മുടെ താരൻ പോലുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാനും ഉലുവയ്ക്ക് കഴിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഹെയർ ഡ്രൈ ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് തുടരെ ഇത് ഉപയോഗിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഹെയർ ഡ്രൈ ആവാണ്ട് എങ്ങനെ ഉലുവയുടെ പാക്ക് ഇടാം, അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇന്ന് പറയാം കേട്ടോ. അപ്പോൾ വായോ വീഡിയോയിലോട്ട് പോവാം. ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തലേദിവസം തന്നെ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കണം. തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂണോളം ഉലുവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അരയ്ക്കാൻ എളുപ്പമായിരിക്കും. കഞ്ഞിവെള്ളം തന്നെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കൊന്ന് പുളിച്ച് വരും കേട്ടോ. ഒരു രാത്രി മുഴുവൻ കഞ്ഞിവെള്ളത്തിൽ കിടക്കുമ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് കറ്റാർവാഴയാണ് കേട്ടോ. വീട്ടിൽ നിന്ന് പറിച്ചെടുക്കുന്ന കറ്റാർവാഴ വേണം. അതില്ലെങ്കിൽ ഒരു 1-2 ടേബിൾ സ്പൂൺ അലോവേര ജെൽ ആഡ് ചെയ്താലും മതി കേട്ടോ. ഇതിലേക്ക് ഒരുപാട് ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും കൂടെ ആഡ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതിന് നന്നായിട്ട് അടിച്ചെടുക്കണം കേട്ടോ. തരിയൊന്നും ഇല്ലാണ്ട് അടിച്ചെടുക്കണേ. ഉലുവ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒലിച്ചിറങ്ങോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹെയറിൽ നന്നായിട്ട് പറ്റി പിടിച്ചിരുന്നോളും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇഴുകി ഇറങ്ങുന്ന സമയത്ത് കുറേ നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ഇഴുകി ഇറങ്ങുമൊന്നുമില്ല. പിന്നെ അതേപോലെ നീരിറക്കമൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കില്ല. അപ്പോൾ ഇങ്ങനെ തിക്കായിട്ട് അരച്ചെടുക്കാൻ നോക്കുക കേട്ടോ. നമുക്കിത് അപ്ലൈ ചെയ്താലോ? അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എല്ലാത്തിലും പറയാറുണ്ട്, നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്യുക. ഉലുവയുടെ ഏത് പാക്ക് ഇടുമ്പോഴും നന്നായിട്ട് തലയിൽ ഹെയർ ഓയിൽ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഉലുവ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. നമ്മളെ സ്കാൽപ്പും ഹെയറും ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. ഡീപ്പായിട്ട് എന്താ പറയുക, ഒരു ഹെയർ വാഷ് തരുന്നൊരു സാധനമാണ് ഉലുവ. അപ്പോൾ അങ്ങനെ ഡീപ്പ് ക്ലീനിങ് നടക്കുന്ന സമയത്ത് ഹെയർ ഡ്രൈ ആവും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഓയിൽ ചെയ്തതിന്, ഡീപ്പായിട്ട് ഹെയർ ഓയിലിങ് ചെയ്തതിന് ശേഷം ഉലുവ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ ഓയിൽ ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ ഹെയർ ഓയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു മസാജും കൂടി കൊടുത്തു. ഒരു 10-15 മിനിറ്റോളം ഞാൻ മസാജ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റോളം ഹെയർ ഓയിൽ തലയിൽ വെച്ചതിന് ശേഷമാണ് ഞാൻ ബാക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതേപോലെ തന്നെ ഹെയർ ഓയിലും കഴിഞ്ഞ് മസാജും കഴിഞ്ഞ് നന്നായിട്ട് ഹെയർ ഡീടാങ്കിൾ ചെയ്തിട്ട് ഉലുവ തേക്കുക. ഉലുവ തേക്കുമ്പോൾ തന്നെ ഒന്നാമത് തന്നെ അത് എന്താ പറയുക, കുറച്ചൊന്ന് മുടി ജട പിടിച്ച പോലെ ആവും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഡീടാങ്കിൾ ചെയ്തതിന് ശേഷം ഓരോ സെക്ഷൻ എടുത്തെടുത്ത് നമുക്ക് ഉലുവ അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് നേരം, ഒരു അരമണിക്കൂറൊക്കെ തലയിൽ വെക്കാൻ പറ്റുന്നവർക്ക് വെക്കാം. 15 മിനിറ്റ് ആയാലും കുഴപ്പമില്ല. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ഇതേപോലെ കുറച്ച് നേരം ഒന്ന് കെട്ടി വെക്കുക തലയിൽ. എന്നിട്ട് ഇങ്ങനെ തേച്ചതിന് ശേഷം, അല്ലെങ്കിൽ ഒരുപാട് നേരം തലയിൽ വെക്കാൻ സമയമില്ലാത്തവരാണെങ്കിൽ കുളിക്കാൻ പോകുന്നതിന് മുന്നേ ഇങ്ങനെ തേക്കുക. എന്നിട്ട് നമ്മുടെ എല്ലാ കുളിയും കഴിഞ്ഞതിന് ശേഷം തല നനച്ചാൽ മതി. ലാസ്റ്റ് തല നനച്ചാൽ മതി. അപ്പോൾ അത്രയും സമയം കിട്ടുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇത് ഹെയർ വാഷിന് ശേഷം എങ്ങനെയാണുള്ളതെന്ന് കാണിക്കാം കേട്ടോ. ശരിക്കും ഒരു ഷാമ്പൂ ഉപയോഗിച്ച പോലെ തന്നെ ഉണ്ടാവും. തല നന്നായിട്ട് ക്ലീൻ ആവും. സ്കാൽപ്പും ഹെയറും ഒക്കെ ക്ലീൻ ആവും. എല്ലാ ഡേർട്ടും കാര്യങ്ങളൊക്കെ പോവും. പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉലുവ തേച്ചതിന് ശേഷം ഒരു കണ്ടീഷണർ ഇടുന്നത് നല്ലതായിരിക്കും. കണ്ടീഷണർ നമ്മൾ സ്കാൽപ്പിലേക്ക് കൊടുക്കുന്നില്ലല്ലോ, മുടിയിൽ മാത്രമാണല്ലോ കണ്ടീഷണർ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഹെയർ വാഷിന് ശേഷം
ഉലുവ തേച്ചിട്ട് ഒരു കണ്ടീഷണർ ഇടുന്നത് ഹെയർ അധികം ഡ്രൈ ആവാണ്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഡ്രൈ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അത് ഹെയർ വാഷ് ഒക്കെ കഴിഞ്ഞ് ഹെയർ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രാവശ്യവും എനിക്ക് ഉലുവ തേക്കുമ്പോൾ ഹെയർ കുറച്ചൊന്ന് ഡ്രൈ ആയ പോലെ ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇതുപോലെ പാക്ക് അപ്ലൈ ചെയ്തപ്പം എൻ്റെ ഹെയർ കണ്ടോ ഒട്ടും തന്നെ ഡ്രൈ ആയിട്ടില്ല, നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് ഉലുവ ചെയ്ത് നോക്കൂട്ടോ. ഇത് ഈ രീതിയിൽ ഇനിയൊന്ന് ഉലുവ ചെയ്ത് നോക്കും. ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ ഇതൊരു എന്താ പറയുക നല്ലൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹെയർ ഇനിയും ഡ്രൈ ആയാലോ എന്ന് വിചാരിച്ചിട്ട് ഉലുവയുടെ പാക്ക് യൂസ് ചെയ്യാത്തവർക്കൊക്കെ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഹെയർ ഒട്ടും തന്നെ ഡ്രൈ ആവില്ല. നല്ല സ്മൂത്ത് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹെയർ കിട്ടും. ഹെയറും സ്കാൽപ്പും ഒക്കെ ക്ലീൻ ആവാൻ ഉലുവ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഫസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ട്, അപ്പോൾ അത് കാരണമാണ് ഞാൻ ഹെയർ കെയർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹെയർ ഫോൾ കുറഞ്ഞു വരുന്നുണ്ട്, നന്നായിട്ട് കുറഞ്ഞു വരുന്നുണ്ട്. അതേപോലെ ഹെയർ നല്ല ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും തന്നെ നന്നായിട്ട് മാറി വരുന്നുണ്ട്. ഹെയറിൻ്റെ ടെക്സ്ചറൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു കാര്യത്തിൽ വിശ്വസിച്ച് നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മാറ്റം വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ എന്ത് തന്നെ വീട്ടിൽ ചെയ്തിട്ടും മാറ്റമൊന്നുമില്ല എന്ന് കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ചിലപ്പോൾ വേറെ എന്തെങ്കിലും അസുഖത്തിൻ്റെ സൂചനയായിട്ടൊക്കെ ഹെയർ ഫോൾ വരാറുണ്ട്, എന്തെങ്കിലും ഹോർമോണൽ ചേഞ്ച് വരുമ്പോൾ. അതേപോലെ തന്നെ തൈറോയിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക്, വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളവർക്ക് ഒക്കെ ഹെയർ ഫോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ഹോം റെമഡി ചെയ്തിട്ടും അത് മാറുന്നില്ല. ഒരു 2 ആഴ്ച വരെയൊക്കെ നമുക്ക് ഹെയർ ഫോൾ ആണെങ്കിലും താരനാണെങ്കിലും അങ്ങനത്തെ ഹെയറിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ഹോം റെമഡീസ് ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിലൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. മാറിയില്ലെങ്കിൽ പോലും കുറച്ച് കൊണ്ടുവരാനെങ്കിലും പറ്റും. അപ്പോൾ 2 ആഴ്ചയ്ക്കുള്ളിൽ ഒരു മാറ്റവും ഇല്ല, പഴയതുപോലെ തന്നെയാണ് ഹെയർ ഫോളൊക്കെ പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും കൺസൾട്ട് ചെയ്യുക. അത് വെച്ചുകൊണ്ടിരിക്കരുത്. എല്ലാ വീഡിയോയിലും ഞാനിത് ഓർമ്മിപ്പിക്കുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതേപോലെ ഹെയർ കെയർ ഒക്കെ നോക്കുന്ന ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ ആണെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ.